നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്കറിയാവുന്ന പല ആളുകൾക്കും സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ആളുകളിലും പല രീതിയിലാണ് സ്ട്രോക്കിൻ്റെ റിക്കവറി ഉള്ളത്. അതായത് ചില ആളുകളിൽ കുറച്ചേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളൂ, ചില ആളുകളിൽ ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ചില ആളുകളിൽ ഒട്ടും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല, അവർ കിടപ്പായിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്? പക്ഷെ പല ആളുകളിലും പല രീതിയിലാണ് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മാറുന്നു, അതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കാം, കാരണം ആ രോഗലക്ഷണം മാറുന്നു. എന്നാൽ ഇതുപോലെ അല്ല സ്ട്രോക്ക് പെരുമാറുന്നത്. എന്തുകൊണ്ടായിരിക്കും? പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തതാണ് വ്യക്തിപരമായ സവിശേഷതകൾ, രണ്ടാമത്തതാണ് സ്ട്രോക്കിൻ്റെ പ്രത്യേകതകൾ, മൂന്നാമത്തത് ചികിത്സാ രീതിയുടെ പ്രത്യേകതകൾ. ഇനി ഈ വ്യക്തിപരമായ സവിശേഷതകൾ എന്നത് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു പേഷ്യൻറ്റിൻ്റെ പ്രായം എടുത്താൽ, പ്രായം കുറഞ്ഞ യങ്ങറായിട്ടുള്ള പേഷ്യൻസിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റും വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റും ഉള്ളതായിട്ട് ആണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെയുള്ളതാണ് അവരുടെ നേരത്തെ ഉള്ള അസുഖങ്ങൾ, അതായത് ഇപ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ദുർമേധസ്, അതായത് ഒബേസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ആളുകളിൽ സ്ട്രോക്ക് വരുന്നത് അതിൻ്റെയും ആ റിക്കവറിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ് അവരുടെ ഒരു മാനസിക സ്ഥിതി, അതായത് അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, അവരുടെ മോട്ടിവേഷൻ. അപ്പം അവർ ഇപ്പോൾ ഒരു രോഗികൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും, പിന്നെ നല്ല ഒരു സ്ഥിരോത്സാഹവും, പിന്നെയുള്ളത് ഒരു ഡിറ്റർമിനേഷനും ദൃഢനിശ്ചയവും, അതായത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ വളരെയധികം റിക്കവറി ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന രോഗികൾ, ഈ സ്ട്രോക്ക് കാരണം കൊണ്ട് ഡിപ്രഷൻ വരാം. അപ്പോൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന രോഗികൾ, അവരുടെ മോട്ടിവേഷൻ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അവർക്കൊരു ഹോപ്പ്ലെസ്നെസ് ഒക്കെ ഉള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിൽ വളരെ പൂറായിട്ടുള്ള, വളരെ നല്ല അല്ലാത്ത രീതിയിലായിരിക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. പിന്നെയുള്ളതാണ് സോഷ്യൽ സപ്പോർട്ട്. അതായത് ഈ രോഗികൾക്ക് നല്ല സോഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം സ്പൗസ്, പാർട്ട്നേഴ്സ്, ചിൽഡ്രൻ, അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ്, ഇവരെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെയുള്ളതാണ് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്. അതായത് ഇപ്പം ഉയർന്ന സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ആളുകളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം പല പല കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ചികിത്സാ രീതികൾ അഫോർഡ് ചെയ്യാനുള്ള അവരുടെ കഴിവ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്